ജില്ലകളിലേക്ക് എത്തിപ്പെടാനുള്ള സാഹചര്യം പൊതുവേ ഉണ്ടായി. ഇപ്പോൾ കോഴിക്കോട് ജില്ലാ അതിർത്തിയിൽ നിന്നും മലപ്പുറം ജില്ലാ അതിർത്തി കടന്ന് തൃശ്ശൂരിലേക്ക് പോകണമെങ്കിൽ 1.5 മണിക്കൂർ മതി. നേരത്തെ 4-5 മണിക്കൂർ വേണം. കേരളത്തിൻ്റെ വടക്കേ അറ്റത്തു നിന്ന് മുന്നോട്ട് വരാൻ മണിക്കൂറുകൾ ഇപ്പോൾ ലാഭമാണ്. NH-66 പൂർണ്ണമായും പൂർത്തീകരിച്ചു കഴിഞ്ഞാൽ വലിയ കുതിപ്പിന് ഇത് കാരണമായി മാറും. ഈ ഒരു ഇടപെടലോടൊപ്പം തന്നെ ഹോസ്പിറ്റാലിറ്റി പോലെ തന്നെ അതുപോലെ 5 സ്റ്റാർ ഹോട്ടലുകൾ ഗവൺമെൻറ് സ്ഥലത്ത് PPP മോഡൽ 5 സ്റ്റാർ ഹോട്ടലുകൾ വന്നു. ഒരു പഞ്ചായത്തിൽ കാസർഗോഡ് ജില്ലയിലെ ഒരു പഞ്ചായത്തിൽ ഉദുമ പഞ്ചായത്തിൽ 3 5 സ്റ്റാർ ഹോട്ടൽ അങ്ങനെ വന്നത്. 25-ൻ്റെ മുകളിൽ നേരത്തെയായി, ഇപ്പം അതിലും കയറി വരുന്നു. അപ്പോൾ അതിൽ കാസർഗോഡ് പോലുള്ള ജില്ലകളിൽ ഉൾപ്പെടെ താമസ സൗകര്യം വലിയ നിലയിലേക്ക് വർദ്ധിച്ചു. ഗവൺമെൻറ്റിൻ്റെ ഈ എഫേർട്ടാണ്, അതായത് മലബാറിലെ ടൂറിസത്തെ മുന്നോട്ട് കൊണ്ടുവരിക എന്നുള്ളത് കേരളത്തിലെ ടൂറിസത്തിൻ്റെ കുതിപ്പിന് കാരണമാകും. കേരളത്തിൻ്റെ ഒരു സാധ്യതയാണ് മലബാർ ടൂറിസം വികസിക്കൽ. അത് ഫോക്കസ് ചെയ്ത് ഇടപെട്ടു. വയനാട് ടൂറിസത്തിന് വേണ്ടി പ്രത്യേക മാർക്കറ്റിംഗ് ബാംഗ്ലൂരിൽ ഉൾപ്പെടെ നടത്തി. ഈ ഒരു സർക്കാരിൻ്റെ ദീർഘവീക്ഷണത്തോടു കൂടിയുള്ള ഇടപെടലാണ് കേരളത്തിൽ വയനാട്, കോഴിക്കോട്, തൃശ്ശൂർ 3 ജില്ലകൾ, നേരത്തെ ഈ പട്ടികയിൽ അത്രത്തോളം വരാതിരുന്ന ജില്ലകൾ, പ്രധാനപ്പെട്ട സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച ജില്ലകളുടെ പട്ടികയിലേക്ക് വന്നത്. അത് വലിയൊരു സന്തോഷം നൽകുന്ന കാര്യമാണ്. എല്ലാവരും ചേർന്നുകൊണ്ട് നടത്തിയ പ്രവർത്തനമാണ്. മലബാർ ടൂറിസത്തിൻ്റെ കുതിപ്പ് കേരളത്തിന് വലിയ നിലയിൽ, കേരള ടൂറിസത്തിന് വലിയ കരുത്ത് നൽകുന്നതാണ്. ഇതിൽ നമ്മൾ എടുത്ത് പരിശോധിക്കുമ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണം പൊതുവെ എടുത്ത് പരിശോധിക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് നല്ല നിലയിൽ വർദ്ധിച്ചു എന്നുള്ളതാണ്. 2024 വിദേശ സഞ്ചാരികളുടെ എണ്ണത്തേക്കാൾ 2025 ആയപ്പോൾ വിദേശ സഞ്ചാരികളുടെ എണ്ണം വലിയ നിലയിൽ വർദ്ധിച്ചു. 8,21,999 വിദേശ സഞ്ചാരികളാണ് കേരളം സന്ദർശിച്ചത്. അത് ഒരാളും കൂടി എണ്ണം കൂടിയിരുന്നെങ്കിൽ 8,22,000 ആയിരുന്നു. അതിൻ്റെ തൊട്ടടുത്തെത്തി. 2024 വിദേശ സഞ്ചാരികളുടെ എണ്ണത്തേക്കാൾ 11.33% വർധനമുണ്ടായി എന്നുള്ളത് ഞാൻ ഇവിടെ ശ്രദ്ധപ്പെടുത്തുകയാണ്. അതിൽ UK, US, ഒമാൻ, ജർമ്മനി, ഫ്രാൻസ്, മലേഷ്യ, ഓസ്ട്രേലിയ, മാലദ്വീപ്, സൗദി അറേബ്യ, UAE, കാനഡ എന്നീ രാജ്യങ്ങളിൽ നിന്ന് സഞ്ചാരികളാണ് കേരളത്തിലേക്ക് കൂടുതലായിട്ട് എത്തിയിട്ടുള്ളത്. വിദേശ സഞ്ചാരികളുടെ എണ്ണം വർധനവ് വലിയ നിലയിലേക്കുള്ള സന്തോഷം നൽകുന്നതാണ്. ഇത് പൊതുവെ നമ്മുടെ ടൂറിസം മേഖലയ്ക്ക് ഏറെ കരുത്ത് നൽകുന്നതാണ്. ഇനിയും ഓരോ വർഷവും വർദ്ധിച്ച് കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റായി മാറാൻ വേണ്ടി പോകുന്നു. അതാണ് ഇതിൻ്റെ പ്രത്യേകത. കേരളം ഒരു ടൂറിസ്റ്റ് സ്റ്റേറ്റായി മാറുന്നതോടുകൂടി കേരളത്തിൻ്റെ സാമ്പത്തിക അഭിവൃദ്ധിക്ക് ഇത് പ്രധാനപ്പെട്ട കാരണമാകും. നിങ്ങൾക്കറിയാം, ലോകത്തെ പല രാജ്യങ്ങളും ടൂറിസം കൊണ്ട് മാത്രം രക്ഷപ്പെട്ടതാണ്. അതിൻ്റെ സാധ്യത കേരളത്തിലുണ്ട്. ആ സാധ്യതക്ക് വലിയ നിലയിൽ കരുത്ത് പകരുന്നതാണ് 2025 വർഷം സർവകാല റെക്കോർഡ് സഞ്ചാരികളുടെ എണ്ണം വർദ്ധിച്ച വർഷം. കേരളം ഉണ്ടായതിന് ശേഷം കേരളത്തിൻ്റെ പുറത്തു നിന്നും കേരളത്തിലെ ടൂറിസ്റ്റ് കേന്ദ്രങ്ങൾ കാണാൻ വേണ്ടി വരുന്ന മനുഷ്യരുടെ എണ്ണം സർവകാല റെക്കോർഡിൽ എത്തിയ വർഷമാണ്. അതിന് മാധ്യമങ്ങളായ നിങ്ങളും വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട്. പരമാവധി പോസിറ്റീവായിട്ടുള്ള വാർത്തകൾ നൽകാൻ ശ്രമിച്ചിട്ടുണ്ട്. അതിനിയും തുടരണം. കാരണം മറ്റു മേഖല പോലെയല്ല, ടൂറിസം മേഖലയിൽ നമ്മൾ എന്തെങ്കിലും ഒരു നെഗറ്റിവിറ്റി പ്രചരിച്ചാൽ അത് സഞ്ചാരികൾ വരുന്നതിന് തടസ്സമായി മാറും. അത് പ്രത്യേകം നമ്മൾ ശ്രദ്ധിക്കണം. അപ്പോൾ വയനാട് ചൂരൽമല ദുരന്തം നമ്മുടെ മുമ്പിലുണ്ട്. അത് വയനാട് ഡിസാസ്റ്റർ എന്ന് പ്രചരിപ്പിച്ചതിൻ്റെ ഭാഗമായി വയനാട്ടിലെ ഒരു പ്രദേശമാണ് ചൂരൽമല, പക്ഷേ ആ ജില്ലയിലാകെ വലിയ പ്രയാസം സൃഷ്ടിച്ചു. പക്ഷേ പിന്നീട് നമ്മളത് റിക്കവർ ചെയ്ത് വന്നു. അപ്പോൾ ഈ പിന്തുണ തുടരണം. ടൂറിസം വകുപ്പിന് ഏറെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ഇത് എന്നുള്ളത് ഞാനിവിടെ പ്രത്യേകം ചൂണ്ടിക്കാട്ടുന്നു.